വിനയത്തോടുകൂടി പറയണം, അഹങ്കാരമൊന്നുമല്ല. ഞാൻ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രീ സജി ചെറിയാനെയാണ് പരാജയപ്പെടുത്തിയത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ സി എസ് സുജാത ആയിരുന്നു എനിക്കെതിരെ മത്സരിക്കാനുണ്ട്. ആ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വേണ്ടി എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്, പരാജയം ഉണ്ടാകും, ജയം ഉണ്ടാവും. പക്ഷെ ഞാൻ എന്നിട്ട് നേരെ പാർട്ടി പ്രവർത്തനത്തിനാണ് പോയത്. ഞാൻ 2016 പരാജയപ്പെട്ടു, എന്നെ 2017 AICCയുടെ സെക്രട്ടറി ആക്കി. ഞാൻ നേരെ പാർട്ടി പ്രവർത്തനത്തിന് പോയി. അത് ഇപ്പോൾ 21 പാർട്ടി എന്നോട് കുണ്ടറയിൽ വന്ന് മത്സരിക്കാൻ പറഞ്ഞു. അവിടെയും ബഹുമാനപ്പെട്ട മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മത്സരിച്ചു. പാർട്ടി പ്രയാസമുള്ള ഉത്തരവാദിത്തങ്ങളും പ്രയാസമുള്ള ചുമതലകളും തന്നപ്പോഴൊക്കെ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്കൊപ്പം എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഞാൻ എപ്പോഴും ഒരു പാർട്ടിയാണ് എൻ്റെ പ്രധാനം. പാർലമെന്ററി രംഗത്ത് കിട്ടുന്ന അനുഭവങ്ങളും അവസരങ്ങളും ഉണ്ടെങ്കിൽ പോലും സന്തോഷം കൂടുതൽ കിട്ടുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. ഞാനൊരു അടിമുടി പാർട്ടിക്ക് നിരവധിയായ ജനകീയ പ്രശ്നങ്ങളുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ളവരാണ്. കശുവണ്ടി തൊഴിലാളികൾ, കയറുതൊഴിലാളികൾ, കൈത്തൊഴിൽ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാര്, പെൻഷൻ വാങ്ങുന്നവര്, മത്സ്യത്തൊഴിലാളികൾ, നെൽകർഷകര്, PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ, ആരാണ് ഈ സർക്കാരിനെ അനുകൂലിക്കുന്നത്? പക്ഷെ അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകും.